നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത 2 ഘടകങ്ങളാണ് അഴകും ആരോഗ്യവും. സൗന്ദര്യ രംഗത്തെയും ഫാഷൻ രംഗത്തെയും പുതുപുത്തൻ വർണ്ണക്കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ഭീമ ഗോൾഡ് ചമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കച്ചേരിപ്പടിയിലുള്ള കുഞ്ഞു വേദിച്ചിലാണ്. ഇതൊരു പാർട്ടി സാരിയാണ്. ഓക്കെ, ഇത് പ്ലീറ്റ്സിന്റെ അവിടെ സൂപ്പർ നെറ്റാണ്. ഓക്കെ, പിന്നെ മുകളിലോട്ട് പ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് പാകം ഒരു ഷിമ്മർ ജോർജറ്റ് ആണ്. ഒരു പിങ്ക് റാണി പിങ്ക് മജന്ത ഷെയ്ഡിലുള്ള അതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് സീക്വൻസ് വർക്ക് ആണ്. അതിന്റെ അകത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ബോഡി പോർഷൻ വരും. നല്ലൊരു കളറാണ്. അതിലിങ്ങനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് ഉള്ള ലേസും കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടി സാരിയാണത്. താഴെ ഈ ഭാഗം ഈ പേർപ്പിൾ ഷെയ്ഡ് വരും. സൂപ്പർ നെറ്റിന്റെ മെറ്റീരിയൽ. ബിക്കോസ് ചിലർക്ക് സീ ത്രൂ ഇഷ്ടമല്ലാത്തവർക്ക് മുകളിൽ ഇത് വരുമ്പം കാണത്തില്ല. ഇത് പ്ലീറ്റ്സിന്റെ അവിടെ ഇത് നല്ലൊരു ഫാബ്രിക്കാണ്. പക്ഷെ ചിലർക്ക് സീ ത്രൂ ആയിട്ട് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ പ്ലീറ്റ്സിന്റെ അവിടെ കൊടുക്കും. മുകളിൽ എന്നിട്ട് ഷിമ്മർ ജോർജറ്റ് കൊടുക്കും. കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ലൊരു മെറ്റീരിയൽ അല്ലേ ഇത്. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. കാരണം നമ്മുടെ ബോഡിയിലോട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കും അല്ലേ. ബോഡി ഹഗ്ഗിങ് മെറ്റീരിയൽ. ഇത് ഒതുങ്ങി കിടക്കും. താഴെ മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് നല്ല ഒതുങ്ങി കിടക്കും. ഇതിന്റെ ബ്ലൗസ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ബ്ലൗസ് വരുന്നത് ഒരു ഷിമ്മർ ഫാബ്രിക് ആണ്. ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട്. ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡ് ഉണ്ട്. ഇതൊരു പ്രിന്റഡ് വെൽവെറ്റ് ആണ്. ജോർജറ്റിന്റെ മുകളിൽ പ്രിന്റഡ് വെൽവെറ്റ് ആണ്. അപ്പം ജോർജറ്റ് ഷെയ്ഡും ഉണ്ട്. 2 ഷെയ്ഡിന്റെയും കൂടെ പേർപ്പിളും ഉണ്ട്. ഈ ഷെയ്ഡും കൂടെ ഒരു പ്രിന്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ ഈ ഷിമ്മർ തന്നെ നമുക്ക് ലൈനിങ് ആയിട്ട് കൊടുക്കാം. ഇത് സ്ലീവ്സിന്റെ അവിടെ വരുന്നത്. ഇതാ വരും. സ്ലീവ്സിനും ഇത് ലൈനിങ് ആയിട്ട്. ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയാണ്? ഇതൊക്കെ ഒരു 5000 റേഞ്ചിൽ വരും. കാരണം നമ്മളിതുണ്ടോ ബ്ലൗസ് തന്നെ നല്ല രീതിയിൽ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ അത് തയ്ക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവ്സ് കൊടുക്കാൻ നല്ല ഭംഗിയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാല് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കളേഴ്സും വരുന്നുണ്ട്. എന്നാൽ അതിന്റെ ഭംഗി എടുത്ത് അറിയുള്ളൂ. ഏതൊരു പ്രായക്കാർക്കും ഇപ്പം ഇച്ചിരി പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് അതനുസരിച്ച്. പക്ഷേ യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി വെയർ, പക്ക പാർട്ടി വെയർ ആണത്. കാരണം നല്ല രസമായിരിക്കും ഇതിന്റെ ബ്ലൗസും. അതുപോലെ ഇങ്ങനെയൊക്കെ സാരിയെ കൊടുത്തു വന്നൊന്ന് സങ്കല്പിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും അല്ലേ ഒരു കുട്ടി ഇതിങ്ങനെ കൊടുത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഇത്രയും രസമായിട്ടുണ്ട് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇത് 5000 അല്ലേ? 5000 റേഞ്ചിലൊക്കെ വരും. 5000 റേഞ്ചിൽ വരുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സാരിയാണ്. കാരണം ഷിമ്മർ ജോർജറ്റ് ഇപ്പൊ നമ്മളിവിടെ കേരളത്തിൽ ഇറങ്ങി വരുന്നുള്ളൂ. ഷിമ്മർ ജോർജറ്റ്സ് ഇറങ്ങി വരുന്നത് കളേഴ്സ് കിട്ടാൻ കുറവാണ്. കളേഴ്സ് എടുത്തിട്ട് ഞാൻ ഡൈ ചെയ്യിപ്പിക്കുന്ന. ഡൈ ചെയ്യിപ്പിക്കുന്നത് ഇത് മാച്ചിങ് ആയിട്ട് എടുത്തിട്ട് ഡൈ ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ റെയർ ഇതൊക്കെ നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കളേഴ്സ് അല്ല. ഞാൻ ക്രീം അവൈലബിൾ ആണ്. വൈറ്റ് എടുത്തിട്ട് ഞാൻ ഡൈ ചെയ്യിപ്പിക്കും. ബോർഡർ അനുസരിച്ച് നല്ല രസമുണ്ട്. കാരണം ഒരു ഗോൾഡനിഷ് ആ ഒരു പർപ്പിൾ ആൻഡ് റാണി പിങ്ക് എപ്പോഴും ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ. എന്തായാലും നന്നായിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൗസ് തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു സാരി. അടുത്ത ഇപ്പം കാണിക്കാൻ പോകുന്ന ഒരു ഷിഫോണില് ഒരു പാർട്ടി വെയർ സാരിയാണ്. ഫുൾ സാരി ഈ റെഡാ വരുന്നത്. അതിന്റെ കൂടെ ബോർഡർ വരുന്നുണ്ട്. റെഡ് തന്നെ. റെഡിന്റെ പൊക്കത്ത് ഇത് ബ്രൊക്കേഡ്. ഇത് സിൽക്ക് ബ്രൊക്കേഡ് ആണ്. ഗ്രീൻ കളർ. റെഡിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളർ ബ്രൊക്കേഡ് വരും. ഇത് 3/4 ഒക്കെ ചെയ്യിപ്പിച്ച നല്ല ഭംഗിയാ. സ്ലീവ്സിന്റെ എഡ്ജിൽ ഞാനൊരു ചെറിയ റെഡ് പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ്. സാരിയുടെ കളറിലുള്ള പൈപ്പിംഗ്. സാരി മൊത്തം
ഇതുപോലെ നല്ല ഫുള്ള് റെഡ് റെഡിൽ തന്നെ റെഡ് ബോർഡർ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഫുൾ കളേഴ്സ് കോൺട്രാസ്റ്റ്. സാരി എല്ലാം പ്ലെയിൻ. അതിന്റെ മുന്താണി മാത്രം സെൽഫ് പ്രിന്റ് ആയിട്ട് റെഡിൽ സെൽഫ് പ്രിന്റ് കൊടുത്തിരിക്കുക. ഓക്കെ, റെഡിൽ ഒരു സെൽഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് മുന്താണിക്ക്. ഓക്കെ, ഇത് രസമുള്ള നല്ല നല്ല ഭംഗിയുള്ള ഒരു സാരി. ഇതിന് നമുക്കൊന്നും പ്രത്യേകിച്ച് റെഡ് ഇതിന്റെ എൻഡിലാണെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ചെറിയ ബീഡിങ് മാതിരി എഡ്ജിലാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാരി കണ്ട അങ്ങനെ നോക്കി നിന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സാരി അല്ലേ. കാരണം എന്താ നോക്കൂ, ഒരു ഇത് മുന്താണി പോർഷൻ ആണ്. മുന്താണി പോർഷൻ ബ്ലൗസ് വരുമ്പോഴാണ് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് ആയിട്ട്. എപ്പോഴും ഒരു എവർഗ്രീൻ കോമ്പിനേഷൻ ആണല്ലോ റെഡും ഈ പറഞ്ഞ പോലെ ഗ്രീനും. ആ റെഡും ഗ്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴേ ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് എടുത്ത് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സാരി ഉടുത്ത് പിന്നെ ഈ പറഞ്ഞ നല്ല രീതിയിൽ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാണല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, സൂപ്പർ കോമ്പിനേഷൻ. ഇതിന്റെ ഒരു റേഞ്ച് എങ്ങനെയായിരുന്നു? ഇത് 5000 റേഞ്ചിൽ പ്യൂർ ഷിഫോൺ ആണ്. കാരണം പ്യൂർ ഷിഫോൺ ആണ്, സിൽക്ക് ബ്രൊക്കേഡ് ആണ്. സിമ്പിൾ സാരി, പക്ഷെ എല്ലാവരും ഇത് ഉടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും. ഇതൊരു നല്ല സാരി അല്ലേ. അടുത്തത് ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഒരു ശരിക്കും ഒരു രാത്രി നൈറ്റ് വെയർ, പ്രോപ്പർ നൈറ്റ് വെയർ പാർട്ടി വെയർ സാരിയാണ്. ഫുൾ സീക്വൻസ് ആണ് വരുന്നത്. ബ്ലാക്ക് കളർ സീക്വൻസ് പ്ലീറ്റ്സിൽ വരും. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കളർ ഷിഫോൺ വരും. ഓറഞ്ച് കളർ ഷിഫോൺ വരുന്നുണ്ട്. ഇതിന്റെ ബോർഡർ ഞാൻ കൊടുത്തിരിക്കുന്നത് വെൽവെറ്റില് മാംഗോ ബോർഡർ ആണ്. ഗോൾഡൻ വർക്ക് മാംഗോ ബോർഡർ. പിന്നെ റോസ് സിൽക്കിന്റെ ഒരു ചെറിയൊരു ഓറഞ്ച് ആൻഡ് റാണി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു മിക്സ് കളർ റോസ് സിൽക്കിന്റെ ഒരു ബോർഡർ, ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ പ്ലീറ്റ്. നല്ല രാത്രിയിലൊക്കെ നല്ല ബ്രൈറ്റ് ആണ്. രാത്രിയിലൊക്കെ ഇടാൻ നല്ല ബ്രൈറ്റ് ആണ്. എന്ത് രസമുള്ള ഒരു മെറ്റീരിയൽ, എന്ത് രസമാണ് നോക്കൂ. കാരണം ഭയങ്കര ഭംഗിയായി സാരി. ഇത് പ്ലീറ്റ്സ് പാട്ട് അത് വരുന്നത്. മുകളിലോട്ടുള്ള പാട്ട് ബോഡി പാട്ട് ഓറഞ്ച് ആ വരുന്നത്. അത് നല്ല ഓറഞ്ച്, നല്ല ബ്രൈറ്റ് ഓറഞ്ച് ആ വരുന്നത്. ഈ സാരി അത് ഉടുത്ത് നിന്നാൽ തന്നെ കേട്ടോ അതിന്റെ ഭംഗി. അത് ഇങ്ങനെ ഇപ്പൊ വിടർത്തി ഇടുമ്പോ പ്രത്യേകിച്ച് ചിലപ്പോ അതിന്റെ ഭംഗി ഈ ബോർഡറിന്റെ ഭംഗി നല്ല എടുത്തറിയാനുണ്ട്. നല്ലൊരു ബോർഡർ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ പ്ലീറ്റ്സിന്റെ സാധാരണ നമ്മൾ അങ്ങനെ ആരും പ്ലീറ്റ്സിന്റെ സൈഡിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള യൂസ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ദാ നോക്കുതാ, ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലേ, പ്ലീറ്റ്സിന്റെ സൈഡിലാണ് ഈ ബ്ലാക്ക് കളർ ഈ ഒരു ഇത് വന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയായിരുന്നു? ഇതൊരു 8,000. കാരണം ഈ ഒരു ഇതിനൊക്കെ തന്നെ പെർ മീറ്റർ നല്ല പ്രൈസ്, അതും ഇത് നല്ല പ്യുവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. നമുക്ക് ഇതിലിങ്ങനെ കാണുമ്പോൾ അറിയാം വളരെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് മൈക്രോ വെൽവെറ്റ് ആണ്. ബ്ലാക്ക് വെൽവെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്ലീവ്സില് ഒഴുകി കിടക്കുന്നുണ്ടോ? അതിന്റെ സ്ലീവ്സില് ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് മൈക്രോ വെൽവെറ്റ്, ഇത് ഒറിജിനൽ വെൽവെറ്റ് ആണ്. കാരണം നമുക്ക് ചില വെൽവെറ്റ് തൊട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര കട്ടി. അത് അതിന്റെ ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ പോയി കേടായിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും. ഇത് മൈക്രോ വെൽവെറ്റ്, വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഡ്രസ്സസ് ഒക്കെ കൂടി നൈറ്റ് പാർട്ടീസിന് ഡ്രസ്സസ് ഒക്കെ തയ്ക്കാൻ എടുക്കുന്ന മെറ്റീരിയലാണ്. ഇതിന്റെ ബ്ലൗസ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് തന്നെ മൈക്രോ വെൽവെറ്റ്. അതിന്റെ പൊക്കത്ത് സ്റ്റോൺസ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺസ് പ്രത്യേകം എടുത്ത് വെച്ച്. ഓക്കെ, അതൊക്കെ ആകുമ്പോഴത്തേനും നൈറ്റ് പാർട്ടീസിന് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കളർ സ്റ്റോൺ സീക്വൻസ് ഇതൊക്കെ നൈറ്റ് പാർട്ടീസിന്, വെൽവെറ്റ് പൊതുവെ നൈറ്റ് പാർട്ടീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്തായാലും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഉടുത്ത് നിന്നാൽ തന്നെ ആ ഒരു ഭംഗി അറിയത്തുള്ളൂ. ഇങ്ങനെ സാരി എടുത്തിപ്പോൾ നിവർത്തി കാണിച്ചാൽ അതിൻ്റെ ഭംഗി അതിന് ഒന്നുകൂടി ഉടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ സാരിക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പോലും വിചാരിക്കുള്ളൂ. ഇത് നല്ല രസമുള്ളൊരു സാരി.
ഇതൊരു നിയോൺ ആൻഡ് ലിറിൽ ഗ്രീൻ കളർ സാരിയാണ്. ഇത് ജോർജറ്റിന്റെ പുറത്ത് ടിഷ്യൂ കൊണ്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഫുൾ സാരി ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് ഹെവി ബോർഡർ ആണ്, ഫുൾ ഹെവി ബോർഡർ ആണ്. ഇത് കട്ട് വർക്ക് ബോർഡേഴ്സ് ഇപ്പം ഭയങ്കര ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ അടിയിൽ കട്ട് വർക്ക് പ്ലെയിൻ ആണ്, ഇത് സീ ത്രൂ ആണ്. ഇതിന്റെ അടിയിൽ ഞാൻ സെപ്പറേറ്റ് ഷിമ്മർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കളേഴ്സ് ആഡ് ചെയ്യേണ്ടവർക്ക്, ഇപ്പൊ അതിന്റെ അടിയിൽ പിങ്കോ വല്ല ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് സെയിം ഷിമ്മർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, ഗോൾഡൻ ഷിമ്മർ. ഇതുപോലെ ഇതില് നന്നായിട്ട് വർക്ക് ചെയ്തെടുത്തുള്ള സാരി. വെറുതെ ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് തോന്നുമ്പോ ഇത് ഫുൾ സെപ്പറേറ്റ് ബോർഡേഴ്സ്. ഇതിന്റെ കൂടെ ഞാൻ വെൽവെറ്റ് ആണ്, റാണി പിങ്ക്, ഡാർക്ക് വൈറ്റ്, പേർപ്പിള്, ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡ്, മൂന്നും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സാരി, നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ്, ഇതിന്റെ ബ്ലൗസ് ഇഷ്ടമുള്ള പേർപ്പിൾ ഷെയ്ഡിന് ബ്രൊക്കേഡ് ഭംഗിയാവും, റാണി പിങ്ക് ബ്രൊക്കേഡ് നല്ലതാണ്. ഇഷ്ടമുള്ള കളേഴ്സ് ഇതിന്റെ കൂടെ, ഇഷ്ടമുള്ള കളേഴ്സിൽ യൂസ് ചെയ്യാൻ കണ്ടില്ലേ. അതിങ്ങനെ ഉടുത്ത് ആ ഒരു കട്ട് വർക്ക് ബോർഡേഴ്സ് ഭയങ്കര ഭംഗിയാവും, ഉടുക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. ബ്ലൗസ് ഒക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന നല്ലൊരു സാരി തന്നെയാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുന്ന വിചാരിക്കും. ഇതിപ്പം ഈ സാരി ഇപ്പം നെറ്റില് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഫുൾ പ്ലീറ്റ്സിൽ വരും. പ്ലീറ്റ്സിന്റെ എൻഡിൽ ഞാനൊരു ഓറഞ്ച് കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് റോ സിൽക്കില്. അതിൽ ഒരു ചെറിയ പേൾ വർക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് പേൾ വർക്ക് ബോർഡർ ആണ്, ഫുൾ പേൾസ് ആ പിടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും. എന്നിട്ട് അതിന്റെ ബോഡി പാർട്ട് വരുന്ന ഇത് ഷിമ്മർ ജോർജറ്റ് ആണ്, സെൽഫ് പ്രിന്റ് ആണ്. ഇതിനകത്തൊരു പ്രിന്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതും ബീഡ് വർക്ക്, പേളിന്റെ വർക്ക് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ പല്ലുവിന്റെ അവിടെയല്ല. ഈ ഒരു സാരിയെ കുറിച്ച് വളരെ എടുത്ത് പറയേണ്ടത്, നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ. ഇത് സെൽഫ് വർക്ക് അല്ലേ, സെൽഫ് പ്രിന്റ് ആണ്. ഇത് സെൽഫ് പ്രിന്റ് വന്നിരിക്കുകയാണ്. അതിങ്ങനെ നമ്മൾ നോക്കിയാലേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രിന്റ് ഇതിൽ, അതായത് ഈ ബോഡിയുടെ തന്നെ സെയിം പ്രിന്റ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു ബോഡിയുടെ പ്രിന്റ് ഉണ്ട്, അത് തന്നെ സെയിം. ഇത് ബോഡി പോർഷൻ വരും. ബോഡി പോർഷൻ വരും. നോക്കൂ, എന്നിട്ട് അതിന്റെ സൈഡിൽ ഇതുപോലെ ബീഡ് വർക്ക് ബോർഡർ വെച്ചിട്ടുണ്ട്. നന്നായിട്ടില്ല, നല്ല രസമുള്ള ഒരു സാരി അല്ലേ. ഇത് കട്ട് വർക്ക് ബോർഡേഴ്സ് ആണ്, അതിന്റെ പോക്കറ്റ് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ്ടോ ഈ പ്ലീറ്റ്സിന്റെ സൈഡിൽ ഇത് പ്ലീറ്റ് ആയിട്ട് വരും. ഇത് പ്ലീറ്റ് എടുത്ത് ഭംഗി കഴിഞ്ഞാൽ എന്തോ ഒരു ഭംഗിയായിരിക്കും. കാരണം ഇത് ഒരു ഫിഷ് കട്ട് സ്കേർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിന്റെ അടിയിൽ. പിന്നെ ഇതിപ്പോ ഞാൻ ഇതിന് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഇതൊരു എംബ്രോയിഡറി നെറ്റില് എംബ്രോയിഡറി വർക്ക് ബ്ലൗസ് ആ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ലൈനിങ് ഞാൻ കൊടുത്തിരിക്കുന്ന സീക്വൻസ് ആണ്. യൂഷ്വലി ആൾക്കാർ ചെയ്യുന്നത് ഇതിന്റെ തന്നെ ഒരു സാറ്റിൻ ഗോൾഡൻ കളർ ലൈൻ, അതിന് പകരം സീക്വൻസ് കൊടുക്കുമ്പോൾ ഒരു ഫിനിഷ് ലുക്ക് ആയിട്ട് കണ്ടോ, നല്ല രസമില്ലേ. ഇത് നമുക്ക് ഇപ്പം ഫ്രണ്ട് പോർഷൻ മാത്രം ചെയ്തിട്ട് ബാക്ക് ഫുൾ സീ ത്രൂ ആക്കാം. ജസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ മാത്രം സീക്വൻസ് കൊടുക്കാം, ബാക്ക് ഫുൾ സീ ത്രൂ ആക്കി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും നല്ല രസമുള്ള വളരെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന സാരിയും അതിന്റെ ഒരു ബ്ലൗസും ആണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഇത്രയും കളക്ഷൻസ് നല്ല ഓരോ സാരിയും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് കുഞ്ഞുമേരി എനിക്കും എൻ്റെ വ്യൂവേഴ്സിനും കാണിച്ചു തന്നത്. ഒരുപാട് കളർ കോമ്പിനേഷൻസും ഇതുവരെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് നമ്മളിവിടെ കണ്ടു. അത് തന്നെയാണ് കുഞ്ഞുമേരിനെ മറ്റുള്ള ഷോപ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമാണ് ഇത്രയും പാർട്ടി വെയർ കളക്ഷൻസ് എനിക്കും എൻ്റെ വ്യൂവേഴ്സിനും കാണിച്ചു തരാറുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്ക് പ്രണയമുള്ള ഒരു ലോഹമാണ് സ്വർണം. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രമുഖ ബ്രാൻഡായ ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലെ വ്യത്യസ്തവും ഇതുവരെ കാണാത്ത ഡിസൈൻസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ചമയത്തിലേക്ക് സ്വാഗതം. ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നത്തെ പോലെ തന്നെ നമ്മുടെ പപ്പൻചേട്ടൻ തന്നെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത്. സ്വാഗതം. ഇപ്രാവശ്യം എനിക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിൽ കാണിച്ച ഓർണമെന്റ്സ് ഒന്നും ആയിരിക്കില്ല കാണിക്കുന്നത്. എന്തായാലും ഒരു പുതുമ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കും അല്ലേ ചേട്ടാ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് വെറൈറ്റിയാണ് പ്രേക്ഷകർക്ക്? നമുക്കിന്ന് നഗാസ് എന്ന് പറഞ്ഞൊരു വർക്കാണ് ഉദ്ദേശിക്കുന്നത്. നഗാസ് എന്ന് പറഞ്ഞാൽ പുതിയ വർക്കൊന്നുമല്ല, വളരെ പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന വർക്കാണ്. പൂർണ്ണമായിട്ടും കൈകൊണ്ട്
കൊത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. അങ്ങനെയാണ് നഗാസ് വരുന്നത്. ഇത് തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ സെമി നഗാസ്, അങ്ങനെ എക്സിൽ ചെയ്തിട്ട് അതിൻ്റെ ഫിനിഷിങ് കുറച്ച് കൈകൊണ്ട് ചെയ്യുന്നത്, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. പൂർണ്ണമായിട്ടും നഗാസ് ചെയ്യുമ്പോൾ അതിനകത്ത് വർക്കിംഗ് കോസ്റ്റ് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് നഗാസ് ഓർണമെന്റ്സ് ആണ് കാണാൻ പോകുന്നത് അല്ലേ? നെക്ലസ് ടൈപ്പ് അല്ലേ? ലോക്കറ്റിൽ മാത്രം നഗാസിന്റെ വർക്ക് കൊടുത്തിട്ട് കസവുമാലയിൽ അല്ലേ? അതില് പെൻഡന്റ് മാത്രമാണ് വർക്ക് വരുന്നത്, ബാക്കിയെല്ലാം അതെ അതെ നഗാസ് പീക്കോക്കാണ് അല്ലേ? നല്ലൊരു മജന്ത കളർ സ്റ്റോണും കൂടി ആവും അല്ലേ? പണ്ടത്തെ അരയണ്ണത്തിന്റെ ഫേസ് ടു ഫേസ് ഒരു അരയണ്ണത്തിന്റെ ഇതുണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈലിൽ പീക്കോക്ക് ചെയ്തേക്കാം അല്ലേ? അതെങ്ങനെ മുട്ടൊക്കെ തോന്നിയിട്ട് കളറൊക്കെ കുറച്ച് എന്താ പറയാ കളർഫുൾ ആണ് അല്ലേ? കളർഫുൾ ആണ്. കളർഫുൾ മീൻസ് ഈ വേണമെന്നുണ്ടെങ്കിൽ സെൽവാസിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ അല്ലേ? സാരിയുടെ കൂടെ പട്ടുസാരിയുടെ കൂടെ നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ രണ്ട് പീക്കോക്കിന്റെ ഇടയിൽ ചെറിയൊരു ഫ്ലവറും കൂടി സെറ്റ് ചെയ്തു. ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ്. പക്ഷേ അതൊരു ഫില്ലാണെന്നുള്ള തോന്നല് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവർ പക്ഷേ നഗാസ് അല്ല വർക്ക്, പക്ഷെ അത് ബ്ലെൻഡ് ആണ് ആ വർക്കൊക്കെ. ഇത് ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ? ക്ലോസ് ചെയ്തിട്ടില്ല. ചെറിയ പീക്കോക്കിന്റെ മുകളിലും വെച്ചിട്ടുണ്ട്. അത് കസവിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം കൊടുത്തു. അതിന്റെ സെറ്റായിട്ട് വരുന്നതല്ല, പക്ഷെ ഏകദേശം അതുപോലെ തന്നെ. കൂടുതൽ ഇതിന് ജുംക്കൊക്കെ മാച്ച് ചെയ്ത് വന്നു. അടിയിലത്തെ ആ പീസ് നമ്മൾ ബോക്സിൽ വെക്കുമ്പോൾ കണ്ടില്ലേ സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ അല്ലേ? ഒരു ലോങ് ചെയിനും അതുപോലെ തന്നെ നെക്ലസും കൂടിയിട്ട് ഒരു സെറ്റ്. കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ആ ഒരു ഇത് കുറച്ച് വൈഡായിട്ടുള്ളൊരു നമ്മൾ ദേഹത്ത് കിടക്കുമ്പോഴാണ് ആ ബീഡ്സിന്റെ ഒക്കെ ഭംഗി. ഫുള്ള് കവർ ചെയ്യുന്ന ഒരു അല്ലേ? കൃഷ്ണനാണ് അതിൽ വരുന്നത്. കൃഷ്ണൻ തന്നെയാണ്. പല രൂപങ്ങളില് ഡാൻസിങ് നമ്മള് അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഇതുപോലെ അല്ലെ? കൊത്തുപണികൾ പോലെ ഒരുപാട് പിക്ചേഴ്സ് വരുന്ന പോലെ ഫുള്ളതില് പ്രത്യേകിച്ച് ശരിക്കും. പക്ഷെ എന്താ പറയാ, ഇത്രയും നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വെയിറ്റ്ലെസ് ആണ് അല്ലേ? 100 ഗ്രാംസ് 12 പവനൊക്കെ ആ റേഞ്ചിൽ വരുന്നത്. പക്ഷെ എനിക്ക് അതിന് 12 പവൻ വേറൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വന്നുള്ളത് ഇൻസൈഡ് ഹോളോ ആയതുകൊണ്ട് ഒക്കെയാണ് പിന്നെ ക്ലോസ് ചെയ്തിട്ട് ദേഹത്ത് മുട്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് അത്രയും സാരിയൊക്കെ ആണെങ്കിലും ഇതില് ലക്ഷ്മി തന്നെ. ഇത് കൃഷ്ണനും ലക്ഷ്മിയുടെ ചെറിയൊരു ഹാങ്ങിങ് അല്ല, അതിന് മാച്ച് ചെയ്തിട്ടുള്ള ലക്ഷ്മി തന്നെ. ലക്ഷ്മിയുടെ ചുറ്റും ലക്ഷ്മി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് പാരറ്റ് അല്ലേ? രണ്ട് സൈഡിൽ പാരറ്റ് ഉണ്ട്. ലക്ഷ്മിയുടെ രൂപം സ്റ്റഡില് ലക്ഷ്മിയുടെ രൂപം വന്നിട്ട് പിന്നെ ഈ മാലയുടെ തന്നെ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൽ ചുറ്റും ഇത് വന്നിട്ട് പിന്നെ ഈ ഒരു മാല നമ്മള് ഒറ്റ പീസ് ഇടുമ്പോഴേക്കും ഫുൾ ഫില്ലായ ഒരു ഫീലിംഗ് വരും. അതുപോലെ ഇടയ്ക്കും പീക്കോക്കിന്റെ തന്നെ ഡിസൈനാണ് ഇടയ്ക്ക് വന്നിരിക്കുന്നത്. മുഴുവനും നഗാസിന്റെ ഫീൽ അങ്ങനെ കൊടുക്കാണ്ട്, ഇടയ്ക്ക് ആ ഫിഗേഴ്സിന്റെ ഫീൽ അങ്ങനെ തന്നെ കൊടുക്കാണ്ട് ഇടയ്ക്ക് ആ പീക്കോക്ക് അത് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഡിസൈൻ ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് നഗാസിൽ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നമ്മൾ രൂപങ്ങൾ കാരണം ഈ ഭാഗം നമ്മുടെ ദേഹത്ത് ബാക്കിലേക്ക് കഴുത്തിന്റെ സൈഡ് വരെ വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ നഗാസിന്റെ പ്രൊജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കും ഭയങ്കരമായിട്ട്. അപ്പൊ ലോക്കറ്റിലെ പ്രൊജക്ഷൻ വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭംഗിയായില്ല. പിന്നെ അതുപോലെ താഴത്തേക്ക് ഇറക്കുന്നതിൽ ഈ ചെയിനിലും പ്രൊജക്ഷൻ വന്നാലും കുഴപ്പമില്ല. പക്ഷെ കഴുത്തിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പോർഷനിലേക്ക് പ്രൊജക്ഷൻ നമ്മളിപ്പോ നഗാസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എല്ലാം പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ മറ്റേ ഇട്ടതിന് ശേഷമുള്ള ആഭരണം ധരിച്ചതിന് ശേഷമുള്ള ഭംഗി കൂടി നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഇത്ര പറഞ്ഞത്.
അല്ലെങ്കിൽ ആഭരണം പണിത് ഷോക്കേസിൽ വെക്കാൻ വേണ്ടി മാത്രമല്ല. അതെ, നമുക്ക് ഇങ്ങനെ കാണുന്നൊരു ഭംഗിയല്ലല്ലോ നമ്മള് ഇട്ടിട്ട് വരുമ്പോ ഉള്ളൊരു അതും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ്. ആഭരണങ്ങൾ എപ്പോഴും നമ്മുടെ അലമാരകളിൽ ഇരിക്കുമ്പോഴല്ല, അത് വാങ്ങുന്നവരുടെ ദേഹത്തിരിക്കുമ്പോൾ തന്നെ എന്റെ ഭംഗി വരുന്നത്. മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് പോലും ഭയങ്കര നൈസ് ആയിട്ട് ഓരോ പീസും എന്താ പറയാ, വലിയൊരു സൂക്ഷിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഇതും പിന്നെ ഇത്ര വലിപ്പവും ആവുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളൊരു പൊന്നാണ്, പൊന്നുപോലെ സൂക്ഷിക്കണം അല്ലേ? വർക്ക് ഉള്ളൊരു ഓർണമെന്റ്. അതിന്റെ ഒരു സെറ്റ് നമുക്ക് സ്വന്തമാക്കണം. ഉണ്ട് അല്ലേ? ലക്ഷ്മിയുടെ നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ഇപ്പോ വേളാങ്കണ്ണി മാതാവും എല്ലാം ഏത് വേണമെങ്കിലും ചെയ്യാന്ന്. നമുക്ക് ഈ ഒരു വർക്ക് ഇപ്പൊ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു ഡിസൈൻ വരച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ എത്ര ടൈം എടുക്കും? മിനിമം 1 month. അല്ല, നമ്മളിപ്പോ ഒരു സാധാരണ ഒരു റിംഗ് എന്നുള്ള രീതിയിൽ അല്ലാണ്ട് ഇതിലേക്ക് എന്താ പറയാ, ആ ഒരു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കലാകാരന്റെ കഴിവുകളും തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഇത്തരം സമയം പോലുള്ള ഇത്ര എപ്പിസോഡില് ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു 13 ഗ്രാമിന്റെ റിംഗ് വെച്ചിട്ട് നമ്മൾക്ക് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ തന്നെ ആ ആഭരണം നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്.